ലോകകപ്പിൽ വിസ്മയിപ്പിച്ച ആഫ്രിക്കൻ ടീമുകൾ ലോകകപ്പിലെത്തിയ 10-ൽ 9 ടീമും നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ നേട്ടത്തിലേക്ക് കണ്ണുവെക്കുകയാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. കാഴ്ചക്കാരാകുന്ന പതിവ് തിരുത്തി ആഫ്രിക്കൻ ടീമുകൾ ലോകകപ്പിൽ നിരാശപ്പെടുത്തുന്ന പതിവ് ഇത്തവണയില്ല. വിശ്വവേദിയിലെത്തിയവരെല്ലാം ഞെട്ടിച്ചപ്പോൾ ചരിത്രത്തിലാദ്യമായി 9 ആഫ്രിക്കൻ ടീമുകൾ നോക്കൌട്ടിൽ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തിയവരിൽ കേപ്പ് വെർദെയും കോങ്കോയും അടക്കമുള്ള ടീമുകൾ. That shows the quality of African football, which is not always described as a really good football, but it is really good. It's difficult to play in Africa, and when you see 9 of 10 teams going through for the next round in the biggest tournament, that shows a lot. ഖത്തറിൽ സെമിയിലെത്തിയ മൊറോക്കോയാണ് ലോകകപ്പിൽ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കിയ ആഫ്രിക്കൻ ടീം. അതിനു മുമ്പ് ആർക്കും ക്വാർട്ടറിനപ്പുറം കടക്കാനായിരുന്നില്ല. ഇത്തവണ സ്വപ്നം അതിനേക്കാളേറെ. മൊറോക്കോ ആഫ്രിക്കയിലെ ഏറ്റവും ശക്തമായ ടീമുകളിലൊന്ന്. ഖത്തറിലെ സെമിക്കപ്പുറം സ്പെയിനെയും പോർച്ചുഗലിനെയും തോൽപ്പിച്ചാണ് ലോക ശ്രദ്ധയിലേക്ക് എത്തിയത്. ഇത്തവണയും നിരാശപ്പെടുത്തിയില്ല. ബ്രസീലിനെതിരെ സമനിലയും ഗ്രൂപ്പ് ഘട്ടത്തിലെ മറ്റ് 2 മത്സരങ്ങളിൽ ജയവും. നോക്കൌട്ടിൽ നേരിടേണ്ടത് ശക്തരായ നെതർലൻഡ്സിനെയെങ്കിലും അഷ്റഫ് ഹക്കീമിക്കും സംഘത്തിനും ആശങ്കകളേതുമില്ല. ജർമ്മനി ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്നാണ് ഐവറി കോസ്റ്റ് നോക്കൌട്ടിന് യോഗ്യത നേടിയത്. ലോകകപ്പിനെത്തുന്നതിന് മുമ്പ് ഫ്രാൻസിനെ തോൽപ്പിക്കുകയും ചെയ്തു. ആമദ് ദിയാലോ, ഫ്രാങ്ക് കസി, ലുക്കാസ് പെപ്പെ അടക്കം മികച്ച താരങ്ങളാൽ സമ്പന്നം. ഇംഗ്ലണ്ടിനെ ഗോൾഡൻ സമനിലയിൽ തളച്ച ഘാനയും വമ്പന്മാരെ അട്ടിമറിക്കാൻ പോകുന്നവരാണ്. ആന്റോൺ സെമന്യോ, ജോർദാൻ ആയു, തോമസ് പാർട്ടി തുടങ്ങി യൂറോപ്യൻ ഫുട്ബോളിൽ കളിച്ചു പരിചയമുള്ള താരങ്ങൾ ടീമിലുണ്ട്. കൊളംബിയയുമായിട്ടാണ് നോക്കൌട്ട് സെറ്റിലെ ഘാനയുടെ പോരാട്ടം. റിയാദ് മാഹ്റസിന്റെ അൾജീരിയയ്ക്ക് സ്വിറ്റ്സർലൻഡാണ് നോക്കൌട്ടിലെ എതിരാളികൾ. അർജന്റീനയോട് തോറ്റെങ്കിലും ജോർദാനെ തോൽപ്പിച്ച അൾജീരിയ ഓസ്ട്രിയയോട് ആവേശ സമനിലയും സ്വന്തമാക്കി. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ വിസ്മയമായിരുന്നു കേപ്പ് വെർദെ. 6 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള രാജ്യം മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് തുടങ്ങിയത്. യുറുഗ്വയെ 2 ഗോളിന് സമനിലയിൽ തളച്ച കേപ്പ് സൗദി അറേബ്യയും ഗോൾ രഹിത സമനിലയിൽ തളച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് നോക്കൌട്ടിലെ എതിരാളികൾ. കോങ്കോയുടെ കരുത്ത് ലോകകപ്പിൽ ആദ്യം അറിഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലായിരുന്നു. ജയത്തോളം പോന്ന സമനില സ്വന്തമാക്കിയ കോങ്കോ ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചാണ് നോക്കൌട്ടിലെത്തിയത്. യോനെവിസയാണ് കോങ്കോയുടെ തുറപ്പിച്ചിട്ട്. നോക്കൌട്ടിൽ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോഴും അത്ഭുതം പ്രതീക്ഷിക്കുന്നു ഫുട്ബോൾ ലോകം. ഒറ്റ മത്സരത്തിലെ ജയം കൊണ്ട് നോക്കൌട്ടിലെത്തിയ ടീമാണ് സാദിയോ മാനയുടെ സെനഗൽ. ഫ്രാൻസിനെ വിറപ്പിച്ച് കീഴടങ്ങിയ സെനഗലിന് നോർവേക്ക് മുമ്പിലും കാലിടറി. എന്നാൽ അവസാന മത്സരത്തിൽ ഇറാഖിനെ 5 ഗോളിന് തോൽപ്പിച്ചാണ് നോക്കൌട്ട് ഉറപ്പിച്ചത്. ബെൽജിയമാണ് നോക്കൌട്ടിൽ എതിരാളി. ഓസ്ട്രേലിയയുമായി റൗണ്ട് ഓഫ് 32 ഏറ്റുമുട്ടുന്ന ഈജിപ്തും ആത്മവിശ്വാസത്തിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അപരാജിതരായി മുന്നേറി മുഹമ്മദ് സലായും സംഘവും. കരുത്തരായ ബെൽജിയത്തെ സമനിലയിൽ കുരുക്കി ഈജിപ്ത് ന്യൂസിലൻഡിനെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. ചരിത്രത്തിലാദ്യമായി നോക്കൌട്ടിലെത്തിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആതിഥേയരായ കാനഡയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിലാണ് കാനഡയോട് തോറ്റത്. ടുണീഷ്യ മാത്രമാണ് നിരാശപ്പെടുത്തിയ ഏക ടീം. നെതർലൻഡ്സ്, സ്വീഡൻ, ജപ്പാൻ ടീമുകളോട് തോറ്റ് 1 പോയിന്റും നേടാനാകാതെയാണ് ലോകകപ്പിൽ നിന്ന് പുറത്തായത്. ലോകകപ്പിൽ ചരിത്രം തിരുത്തിക്കുറിച്ചാണ് ആഫ്രിക്കൻ ടീമുകളുടെ വരവ്. നോക്കൌട്ട് ഘട്ടത്തിനപ്പുറത്തേക്ക് ചരിത്ര നേട്ടം സ്വപ്നം കാണുന്നു ആഫ്രിക്ക. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.